അപ്പോൾ ഗായ്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടെ ചേർത്ത് നമുക്കൊരു വറുത്തരച്ച് തീയൽ വയ്ക്കാം. പണ്ടമ്മമാരൊക്കെ വയ്ക്കുന്ന വെളുത്തുള്ളി ഉള്ളിയും തീയലാണ്. അപ്പോൾ അതിനുള്ള തേങ്ങ എന്ന് പറയുന്നത് ഇത് ഞാൻ തിരുമ്മി വെച്ചേക്കുന്നതല്ല. കാര്യം ഈ ഉണക്ക തേങ്ങയില്ലേ, കൊട്ട തേങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അത് ഒത്തിരി കിടപ്പുണ്ട്. അപ്പോൾ തീയലിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനിങ്ങനെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ മിക്സിയിലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇതുപോലെ നമുക്ക് വറക്കാൻ പാകത്തിന് കിട്ടും കേട്ടോ. അപ്പോൾ അത് ഇതിൽ ഏറ്റവും നല്ലതാണ്. നല്ല എണ്ണമയമുള്ളതായതുകൊണ്ട് തീയലിന് നല്ല ടേസ്റ്റും ആയിരിക്കും. പെട്ടെന്ന് മൂത്ത് കിട്ടും. നമുക്ക് പിന്നെ വേറെ ഒന്നിനും അത് അരയ്ക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ തീയലിനൊക്കെ ഇങ്ങനെയുള്ള എടുത്താൽ മതി. പിന്നെ അതിന് വേണ്ടുന്ന പൊടിവർഗ്ഗം എന്ന് പറയുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ലേശം ഉലുവപ്പൊടിയും കൂടെ അത് നമ്മൾ മിക്സ് ചെയ്യാൻ നേരത്ത് ചേർത്തുകൊണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതിനെ വറുത്തിട്ട് വരാം. ഓരോ പണികളായിട്ട് ചെയ്യാം. പറയാൻ പറ്റുന്നില്ല കേട്ടോ. തൊണ്ടയ്ക്ക് നല്ല ഇൻഫെക്ഷനുണ്ട്, ത്രോട്ട് ഇൻഫെക്ഷൻ നല്ലതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ, ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് എണ്ണ, ഇതിൽ എണ്ണ ഉണ്ട്, എന്നാലും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കുക. ഇതല്ല എണ്ണയാണ്, ഇങ്ങനത്തെ തേങ്ങ ആയതുകൊണ്ട്. എന്നാലും പാത്രത്തിനൊന്നും കേടുവരണ്ടല്ലോ. എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂത്തിട്ട് നമുക്ക് വരാൻ കേട്ടോ. നല്ലതുപോലെ മൂക്കണം. അപ്പോൾ അതാ പെട്ടെന്ന് കണ്ടോ നല്ലതായിട്ട് മൂത്ത് കിട്ടി. ഇനി നമ്മൾ മൂപ്പിക്കേട്ടിരുന്ന പണി കിട്ടും. അതുകൊണ്ട് ഇത്ര മതി. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇനി അടുത്തിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഈ തേങ്ങയിട്ട് അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ. പെട്ടെന്ന് മൂത്ത് കിട്ടുമേ. അത് പകുതി മൂത്ത് വെള്ളമയം മാറിയതാണല്ലോ. പിന്നെ അതാ കാശ്മീരി മുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ട്, സാധാ മുളക് പൊടി ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ വറുത്തെടുത്ത് തണുപ്പിച്ച് നമുക്ക് അരച്ചെടുക്കുമ്പോൾ തീയലിൻ്റെ കൂട്ട് റെഡി. എന്നിട്ട് നമുക്കിനി ഇതിൽ ഉള്ളി വറട്ടിടാം. ഉള്ളി നല്ല മൂപ്പിക്കണം കേട്ടോ. വെളുത്തുള്ളിയും കൂടെ അല്ലേ മതി. പൊടിയെല്ലാം മൂത്തല്ലോ. ഒന്നും കരിഞ്ഞു പോവാതെ പാകത്തിനെടുക്കണം കേട്ടോ. അപ്പോഴാണ് എൻ്റെ ടേസ്റ്റ് കേട്ടോ. മതി, ഇത്ര മതി. അപ്പോൾ തേങ്ങയൊക്കെ മാറ്റി നമുക്കിനി ഉള്ളി വറക്കാനായിട്ട് ഇടാം. ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ചു, എന്നിട്ട് കടുകിട്ട് കൊടുക്കാം. മുളക്, കറിവേപ്പില, അപ്പോൾ അതെല്ലാം സെറ്റായി. നമുക്കിനി ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടുന്നുണ്ട് കുറച്ചും കൂടി. ഓക്കെ, ഉള്ളി ഇനി നമുക്കിതിനെ ഒന്ന് വഴറ്റി നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാടൊന്ന് ഫ്രൈ ആക്കണ്ട, എന്നാലും ആവണം. ഇനി ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ മൂക്കട്ടെ. അപ്പോൾ അതാ ഉള്ളി ഏതാണ്ട് മൂത്ത് തുടങ്ങി വരെയാണ്. കുറച്ചും കൂടെ ആവട്ടെ, കുറച്ചുകൂടി മൂക്കട്ടെ. അപ്പോൾ ഉള്ളി ഇതങ്ങനെ നല്ലോണം മൂത്തിട്ടുണ്ട്. നമുക്കിനി കൂട്ടൊഴിച്ച് കൊടുക്കാം. ഞാൻ ഒരു കാര്യം കൂട്ടിനോട് നിങ്ങളോട് പറയാൻ വിട്ടുപോയി കേട്ടോ. പുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയും കൂടി അരയ്ക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം കൂടി അരച്ച് പൊടിയാക്കി ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ സൂപ്പർ തീയൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചൊന്ന് തിളച്ച് സെറ്റാവട്ടെ. അപ്പോൾ ഗായ്സ് നമ്മുടെ തീയൽ ഇതാ നല്ല സെറ്റായിട്ടുണ്ട്. ഇതാ മണം, നല്ല സൂപ്പർ മണം, അടിപൊളി തീയൽ. ഇത് ചോറിന്, ദോശയ്ക്ക്, ഇഡ്ഡലിക്ക് എല്ലാത്തിനും കൊള്ളാം.
ചോറിൻ്റെ കൂടെ ഇച്ചിരി ഒരു മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് ഉണ്ടാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എല്ലാവരും കണ്ട് പഠിച്ചോട്ടെ. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ എങ്കിലും എൻ്റെ രീതിയാണ് കേട്ടോ ഈ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ തീയലിതാ റെഡി. ഓക്കെ, ഇതാ കണ്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ഇതുപോലെ. ഓക്കെ, അടുത്ത വീഡിയോ വരുന്നത് എല്ലാവർക്കും ബായ്.